കൊല്ലം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ രേഷ്മയ്ക്ക് 10 വർഷം തടവ് ശിക്ഷ. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2021 ജനുവരി 5-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം വളരെ വൃത്തിഹീനവും അപകടം പറഞ്ഞതൊരു റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്താണ്. സ്വാഭാവികമായും ഈ പ്രതി ഈ ഗർഭം മറച്ചു വച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ചെയ്യാതെ ആരും അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ മതിയായ സംരക്ഷണം കൊടുക്കാതെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ പ്രസവിക്കുന്നത്, ഒരു ബാത്റൂമിൽ. അതിനുശേഷം പൊക്കിൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ലാതെ അവസ്ഥയിലാണ് ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്രകാരം ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കാമെന്നുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് 304 പാർട്ട് 2 കോടതി ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജഡ്ജ്മെന്റ് മൊത്തം നോക്കിയിട്ടില്ല. ഫൈൻ ഉണ്ടെന്നാണ്. അല്ല, അത് രണ്ടും രണ്ടായിട്ട് കൺകറൻ്റായിട്ട് ഒരുമിച്ചാൽ മതി. 10 വർഷം അനുഭവിച്ചാൽ മതി. ജുവനൽ ജസ്റ്റിസ് ആക്ട്, അതായത് ഒരു ബയോളജിക്കൽ മദർ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടാൽ അബാൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് അതിനാണ് 1 വർഷം കണ്ടാണ് ശിക്ഷ. അതിൻ്റെ അകത്ത് ജഡ്ജ്മെൻറ്റിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ കേസ് അതായിരുന്നു. ഫേസ്ബുക്കിലൂടെ ഒരു കാമുകൻ ഇവരോട് ചാറ്റ് ചെയ്യുകയും ഇനി ഇവരെ സ്വീകരിക്കണമെങ്കിൽ ഗർഭിണിയായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ കുട്ടി പ്രശ്നമാണ് എന്ന് അറിഞ്ഞാണ് ഈ കുട്ടി ഇത് ഗർഭം സപ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രസവിച്ച് സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് വളരെ അന്വേഷണം നടത്തുകയും ഈ കുട്ടി അടക്കമുള്ള ഒരു 10-20 ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടക്കം 10-20ഓളം പേരുടെ ബ്ലഡ് സാമ്പിൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കും. അതിൽ നിന്നാണ് ഈ വിഷ്ണുവും രേഷ്മയുമാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, തുടർന്ന് അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും രേഷ്മയാണ് കുട്ടിയുടെ മാതാവെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടിക്ക് ഈ പ്രസവത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത അവർക്കായിരുന്നു, പ്രതിക്കായിരുന്നു. അത് നിയമത്തിൻ്റെ അതാണ് അതിൻ്റെ കേസ്. അല്ല, അതിൻ്റെ അകത്ത് ഈ വളരെ സാഹചര്യ തെളിവുകളും DNA ആണ് വളരെ നിർണായകമായത്. ഈ കേസിലെ DNA ആണ്. DNAയിൽ നിന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരാണെന്ന് പ്രതികളാണെന്ന് പ്രതിയായ രേഷ്മയാണ് മാതാവെന്ന് തെളിഞ്ഞത്. അതാണ് കൂടുതൽ കോടതി ആശ്രയിച്ചിട്ടുള്ളത്. മറ്റുള്ള സാക്ഷികൾക്കെല്ലാം തന്നെ വളരെ അത്ര പ്രാധാന്യമുള്ള റോളുകളില്ലായിരുന്നു. ഉദാഹരണത്തിന് കുട്ടിയെ കാണുന്നത് ഈ രേഷ്മയാണ്. രാവിലെ കുട്ടിയുടെ കരച്ചിൽ കിട്ടുകൊണ്ട് രേഷ്മ എടുത്തുകൊണ്ട് അതിൻ്റെ അമ്മയെ എടുത്തു കൊടുക്കുകയും അമ്മയാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് ഗർഭകാലത്ത് അവർ കോടതിയിൽ വന്ന് ഡിനൈ ചെയ്തു. രേഷ്മ ഗർഭിണിയല്ലായിരുന്നു എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. രേഷ്മയുടെ അമ്മായിയമ്മ കൂറുമാറിയിരുന്നു. അവർ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു. ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയും ആര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവർ കോടതിയിൽ അങ്ങനെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടില്ലെന്ന് മാറ്റി പറയുകയും അവർ സാക്ഷികളായിട്ട് പ്രതിഭാഗത്തിനായിട്ട് കൂറുമാറുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഈ കേസ് ആദ്യം അന്വേഷിച്ചതിന് ശേഷം പോലീസ് ആദ്യം ഈ 304 പ്രകാരമാണ് ആദ്യം കുറ്റപത്രം അന്വേഷണം നടന്നത്. കൊല്ലത്ത് കരിയിലക്കൂട്ടത്തിൽ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മ രേഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2021 ജനുവരി മാസത്തിലായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. താൻ അതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത കാമുകൻ അനന്തുവിന് വേണ്ടിയാണ് തൻ്റെ ചോരക്കുഞ്ഞിനെ ഈ അമ്മ രേഷ്മ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചത്. ഇതോടെയാണ് കുഞ്ഞ് മരണപ്പെട്ടു പോയതും. ഈ സംഭവത്തിലാണ് ഇപ്പോൾ രേഷ്മയ്ക്ക് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചത്.